സനാതനത്തിനും സമാജത്തിനും സമൂഹത്തിനും ഒക്കെ ഗുണകരമായ ഒരു ഭൂതകാലത്തിൻ്റെ ഓർമ്മയും ഒരു വർത്തമാനകാലത്തിൻ്റെ ചെറിയ ദൃശ്യവും ഈ വീഡിയോയിൽ കാണിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഭൂതകാലത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അത് വേറൊന്നുമല്ല, നോട്ട് നിരോധനമാണ്, ഡീമോണിറ്റൈസേഷനാണ്. ആജ് मध्यरात्रि यानी 8 नवंबर 2016 की रात्रि को 12 बजे से वर्तमान में जारी 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे. അങ്ങനെ 2016 നവംബർ 8 നമ്മുടെ 500 രൂപ നോട്ടും 1000 രൂപ നോട്ടും സുക്കൂത്തായി, മരിച്ചുപോയി. ആ ഓർമ്മകളിൽ എനിക്കുണ്ടൊരു വേദനിപ്പിക്കുന്ന ഓർമ്മ. എൻ്റെ കയ്യിൽ ആകപ്പാട് 400 രൂപ നോട്ടുണ്ടായിരുന്നു. ഒരു ഡീസൽ വണ്ടി എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനെ വിളിച്ച് എടാ പെട്രോൾ അടിയടാ എന്ന് പറഞ്ഞ് കൈ കൊടുത്തു. ഞാൻ ഈ പെട്രോൾ അടി എന്ന് പറഞ്ഞത് നമ്മൾ പൊതുവിലൊരു നാടൻ ഉപയോഗത്തിൽ പറഞ്ഞതാണ്. അവൻ കൊച്ചാപ്പായ അനുസരിച്ച് ഡീസൽ വണ്ടിക്കകത്ത് കൊണ്ടുപോയി പെട്രോൾ അടിച്ചുകൊണ്ടിട്ടു. പിന്നെ അതിന് നിരോധിക്കാത്ത 7-8 നോട്ട് വേറെ കൊടുക്കേണ്ടി വന്നു, അതൊന്ന് വൃത്തിയാക്കി ഇറക്കാൻ. ഏതായാലും ആ നോട്ട് നിരോധനത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലിങ്ങനെ തിളങ്ങി നിൽപ്പുണ്ട് എന്ന് മാത്രമല്ല, അന്നിറങ്ങിയ കുറേ ട്രോളുകളുമുണ്ട്. അതായത് 2000 രൂപയുടെ നോട്ടുകൾ പിൻവലിക്കുമ്പോൾ അടുത്തതായി ക്യാമറ ഉള്ള നോട്ടാണ് വരാൻ പോകുന്നത്, ചിപ്പുള്ള നോട്ടാണ് വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. നോട്ട് നിരോധനം അഴിമതിയെ ചികിത്സിക്കാൻ ഉപയോഗിച്ച കൈപ്പേറിയ മരുന്നാണെന്നും എത്രയോ മാസത്തെ സമയം തരൂ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ തീയിട്ട് കൊല്ലൂ എന്നൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിജി പറഞ്ഞതാണ്. സാക്ഷാൽ നമ്മുടെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ലാലേട്ടൻ പറഞ്ഞത് പ്രധാനമന്ത്രിയുടേത് ആത്മാർത്ഥമായ സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് പറഞ്ഞത്. അതായത് തികച്ചും ആത്മാർത്ഥമായ ഒരു നടപടിയായിട്ടാണ് പറഞ്ഞത്. പിന്നെ നോട്ട് നിരോധിച്ചതിൻ്റെ വാർഷികവും അതിൻ്റെ സംഗതിയുമൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും ട്രോളുകളും ഒക്കെ നിറഞ്ഞതാണ്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലാകെ നിരവധിയായ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചു. ഇതിന് ധൈര്യമുള്ള പ്രധാനമന്ത്രി ഉണ്ടോ 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 എന്ന് ചോദിച്ചാണ്. യഥാർത്ഥത്തിൽ ആ നോട്ട് നിരോധനത്തിൻ്റെ 9 വർഷം ഇപ്പുറം ഇരുന്ന് ചിന്തിക്കുമ്പോൾ ആ നോട്ട് നിരോധനം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നേടിയത് എന്നൊരു അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ സംബന്ധിച്ച് പിൽക്കാലത്ത് ഒരുപാട് പഠനങ്ങളും ഒരുപാട് അതുപോലെ തന്നെ ചരിത്രങ്ങളും ഒക്കെ അതിന് പിന്നീട് ഉണ്ടായി. അതിൻ്റെ ഗുണവും ദോഷവും നമ്മൾ പറയേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഏതാണ്ട് 17.54 ലക്ഷം കോടി രൂപയുടെ തുല്യമായ നോട്ടുകളാണ് അന്ന് നിരോധിച്ചത്. ഏതാണ്ട് 14.97 ലക്ഷം കോടി രൂപയുടെ മൂല്യമുള്ള നോട്ടുകൾ തിരിച്ചു വന്നു. എന്നുവെച്ചാൽ ഏതാണ്ട് 99% നോട്ടുകളും ഇങ്ങ് തിരിച്ചു വന്നു. ഇതൊന്നും തിരിച്ചു വരില്ല. തിരിച്ചു വരുന്നത് ഒരു 10-60% മാത്രമേ കാണുകയുള്ളൂ. ബാക്കി നോട്ടുകളെല്ലാം കള്ളനോട്ടുകളാണ്, അത് മുഴുവൻ ആളുകൾ കത്തിക്കും എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാതെ അതിങ്ങ് തിരിച്ചു വന്നു. എന്നാൽ അന്ന് തന്നെ ഇത് നിയമപ്രകാരമുള്ള ഒരു മഠേത്തരമാണെന്നും ഇതൊരു ആന മണ്ടത്തരമാണെന്നും രാജ്യസഭയിൽ പറഞ്ഞൊരാളുണ്ട്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞു, Mr. Chairman, sir, I rise to highlight some of the problems that have arisen after the decision to demonetize 500 rupees and 1000 rupee currency note. Prime Minister has been arguing that this is the way to curb black money, to prevent growth of forfeited currency note, and also to help in control of terrorist finance activities. I do not disagree with these objectives, but what I do want to point out is that in the process of demonetization, monumental mismanagement has been undertaken, about which today there is no two opinions in the country as a whole. Even those who say that
this measure will do harm or will cause distress in the short run, but be in the interest of the country in the long run. Well, I am reminded of what John Keynes said once, in the long run, all of us are dead. And therefore, it is important to take note of the grievances of the people, the ordinary people who have suffered as a result of this imposition on the country overnight by the Prime Minister. And I say so with all responsibility that the outcome, we do not know what will be the final outcome. Prime Minister has said that we should wait for 50 days. Well, 50 days is a short period, but for those who are poor and deprived sections of the community, even 50 days torture can bring about disastrous effect. And that's ഇതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രി പറഞ്ഞത്. അതിന് അദ്ദേഹത്തെ വിളിച്ചത് കുളിമുറിയിലെ ഒളിഞ്ഞുനോട്ടക്കാരൻ എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചത്. പക്ഷേ ഈ സംഭവത്തോടുകൂടി ആകെയുണ്ടായ ഗുണമെന്ന് അവകാശപ്പെടുന്നത് ഡിജിറ്റൽ കറൻസി രംഗത്ത് വന്നു. നമ്മളെല്ലാവരും ഡിജിറ്റലി ഇത് കൈകാര്യം ചെയ്യാനുള്ള വിൻഡോസിനെ കുറിച്ച് അന്വേഷിച്ചു. ഇതൊക്കെ ഉണ്ടായി. പക്ഷേ നഷ്ടങ്ങളോ? സ്വകാര്യ മേഖല ആകെ തകർന്നു, സാമ്പത്തിക മേഖലയും നിർമ്മാണ മേഖലയും തകർന്നു. ചെറുകിട വ്യവസായങ്ങൾ അന്ന് തകർന്നതിന് ശേഷം ശരിക്കും ഇന്ന് വരെ അതിൽ നിന്ന് കരകയറിയിട്ടില്ല. അതൊരു ആനമണ്ടത്തരവും സാമ്പത്തിക വിദഗ്ധരടക്കമുള്ളവർ ഇത് ഭയങ്കര ക്രൂരമായ ഒരു നടപടിയുമായി പിൽക്കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ടു. റിസർവ് ബാങ്കിനെ പോലും ഇരുട്ടിൽ നിർത്തി മുൻപേ വാർത്തയൊക്കെ റെക്കോർഡ് ചെയ്ത് നടത്തിയ വലിയ ഒരു സാഹസിക പ്രകടനമായിരുന്നു അത്. യഥാർത്ഥത്തിൽ സമൂഹത്തോട് പറഞ്ഞ ഒരു ഗുണവും അത്തരമൊരു കാര്യം കൊണ്ടുണ്ടായില്ലെന്ന് മാത്രമല്ല, അന്ന് ഇല്ലാതാകുമെന്ന് പറഞ്ഞ ഭീകരപ്രവർത്തനവും അന്നില്ലാതാകുമെന്ന് പറഞ്ഞ പലതും പിന്നീട് ആവർത്തിച്ചു എന്നല്ല, 2 or 3 യുദ്ധങ്ങൾ അതിനുശേഷം നോട്ട് നിരോധനത്തിന് ശേഷം കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കാശ്മീരിൽ നടന്ന കൂട്ടക്കൊല അടക്കം. ഈ നോട്ടെല്ലാം നിരോധിച്ചാൽ എല്ലാ കള്ളപ്പണക്കാരും ഓർമ്മയില്ലാതെ, ഭക്ഷണമില്ലാതെ, വായുവില്ലാതെ വീണ് ചത്ത് കിടക്കും എന്നൊക്കെയാണ് വിചാരിച്ചതെങ്കിൽ ഇതിൻ്റെ കെടുതികൾ അനുഭവിച്ചത് മുഴുവൻ സാധാരണക്കാരനായിരുന്നു. ഏതാണ്ട് 140-ലധികം ആളുകൾ ഇതുമായി ക്യൂ നിന്നും ഹൃദയം പൊട്ടിയും എന്ത് ചെയ്യണമെന്നറിയാതെയും ഇത് മാറാനായി ബാങ്കുകൾക്ക് മുമ്പിൽ നിരനിരയായി നിന്നുമൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഈ രാജ്യം കാണേണ്ടി വന്നു. എന്തൊരു ദുരന്തപൂർണമായ കാലമായിരുന്നു ആ കഴിഞ്ഞു പോയത്. അതുകൊണ്ട് ഈ രാജ്യം എന്തെങ്കിലും നേടിയോ, വളർന്നോ എന്നുള്ള അന്വേഷണമാണ് ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിലെത്തിയത്. ഇന്ത്യക്കാരുടെ ഒരു നിലവാരം ഇന്ന് വിദേശികൾ കാണുന്നൊരു രീതിയാണ്. കേൾക്കാം ഈ വീഡിയോ. Yes, I have. Do you have menu? Yes. Yes. No, do you have any cow poo? Sorry, sir. Do you serve cow poo? I did not get you. Cow poop? Is there no cow poop? No? Okay. Yeah, I go to India. Some places they serve cow poop. Not here? Okay, alright. Thank you. ഒരു ഹോട്ടലിൽ സപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന ഓർഡർ എടുക്കാമെന്ന സ്ത്രീ ഇന്ത്യക്കാരിയാണോ എന്ന് ചോദിച്ചിട്ട് ഒരു വിദേശി ചോദിക്കുകയാണ് കൗപ്പൂപ്പ് ഉണ്ടോയെന്ന്. എന്താ കൗപ്പൂപ്പ്? ചാണകം. എന്നിട്ട് പരിഹസിക്കുകയാണ്, ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ ചാണകം കഴിക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറഞ്ഞ് ഹരാസ് ചെയ്യുകയാണ്. സനാതനത്തെക്കുറിച്ചും മാറുന്ന ഇന്ത്യയെക്കുറിച്ചും ലോകത്തിനുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രതിഫലനമാണിതൊക്കെ. കയ്യും കാലും കെട്ടി ഫ്ലൈറ്റ് കൊണ്ടുവന്നിറക്കുക, ഒരു പരിഗണനയും കൊടുക്കാതെ എല്ലാ രാജ്യത്തും ആക്രമിക്കപ്പെടുക, പാസ്പോർട്ടിൻ്റെ റേഞ്ചൊക്കെ കുത്തനെ താഴോട്ട് പോവുക, ഇതെല്ലാം നമ്മൾ ഇങ്ങനെയൊക്കെയോ നേടിയെടുത്തു എന്ന് അവകാശപ്പെടുന്ന ഒരു സംഗതിയുടെ പരിണിതിയാണ്. ആ ഭൂതകാലവും ഈ വർത്തമാന നിമിഷങ്ങളും ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ.